പുരുഷന്മാരെക്കാൾ പല്ല് കുറവാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുകൊണ്ട് മാത്രം നൂറുകണക്കിന് വർഷം പാശ്ചാത്യ ലോകം അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഒരുത്തനും സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ വായ തുറന്ന് പല്ലെണ്ണി നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഇന്ന് ഞാനിപ്പം IMA ഒരു മീറ്റിൽ പങ്കെടുക്കുന്നു, എനിക്ക് കിട്ടിയൊരു അറിവനുസരിച്ച് ഈ IMA മീറ്റിൽ പങ്കെടുക്കുന്ന പല ആളുകളും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവരോ സ്വന്തം മക്കൾക്ക് ഹോമിയോപ്പതി കൊടുക്കുന്നവരാണ്. ഈ മോഡേൺ മെഡിസിൻ ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ഒരു മെത്തേഡാണ്. അതാരുടെയും കുത്തകാവകാശമില്ല, അതൊരു മെത്തേഡാണ്, ശാസ്ത്രീയമായ മനോവൃത്തി. അതനുസരിച്ച് ഇപ്പം ഒരു അതോറിറ്റി പറഞ്ഞാലും ഒരു കർഷകൻ പറഞ്ഞാലും ഇത് സയൻസ് പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ? ആണെങ്കിൽ മാത്രമാണ് അത് സയൻസിൽ സാധുവാകുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിരന്ന് നിന്ന് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാലും ഭൂമി ഉരുണ്ടിരിക്കും, അല്ലെ? മാറുന്നില്ലല്ലോ. അല്ല, അതും ഇസ്ലാമിൽ പറയുന്നില്ലേ? ഖുർആനിൽ ഗോളശാസ്ത്രത്തെ കുറിച്ച് പറയുന്നില്ലേ? അത് പിന്നെ ബാധിക്കുന്നില്ല. അതിന് മുമ്പേ എത്രയോ മുമ്പ് പോയിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞു ഇതാണ് സംഗതി എന്ന് പറഞ്ഞു. ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് താങ്കൾ ഇക്കാര്യത്തിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ഡീബങ്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭ്രൂണശാസ്ത്രം, ഗോളശാസ്ത്രം, ഭൂമി പരന്നാണോ, പിന്നെ പർവ്വതങ്ങൾ മൊട്ടക്കുന്നുകളായിട്ട് ചന്ദ്രനെ പിളർത്തി, ഇതെല്ലാം പരിഹാസ്യമായ കാര്യമാണ്.